ക്ലാസ് മുറികൾ കടന്നു പോകുന്നത്. അപ്പോൾ ലോകം മാറുന്നുണ്ട്, യാഥാർത്ഥ്യമാണ്. ഇതിനനുസരിച്ച് ക്ലാസ്സുകൾ മാറുന്നുണ്ടോ, മാറേണ്ടതുണ്ടോ, മാറിയിരിക്കുന്നോ എന്നതാണ് നമ്മുടെ ചോദ്യം. മുത്താസിം ഉസ്താദിൽ തുടങ്ങാം. ഉസ്താദിന്റെ വിലപ്പെട്ട അഭിപ്രായം എങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്? ലോകം മാറുന്നതനുസരിച്ച് ക്ലാസ്സുകൾ മാറുന്നുണ്ടോ? നിലവിൽ അൽഹംദുലില്ലാഹ് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ലോകക്രമത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അതിന്റെ പിന്നാലെ ഓടാൻ വേണ്ടി ജനങ്ങളും സമൂഹവും സ്ഥാപനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മറ്റ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ സാഹചര്യം കൂടി പരിഗണിക്കുന്ന സമയത്ത് പലപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പിറകിലാണെന്നാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എത്തിച്ചേരാനുള്ള വഴി എന്ത് എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പോൾ നേരത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല, നെഗറ്റീവ് പറയാൻ പാടില്ല എന്നൊരു സ്വരം വന്നതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും ചിലതൊക്കെ നെഗറ്റീവായിട്ട് നമ്മൾ പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു മാനസികമായ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. ആ നിലയ്ക്ക് നമ്മുടെ മദ്രസകൾ കേന്ദ്രീകരിച്ചാണല്ലോ ഈ ചർച്ചയ്ക്ക് പ്രാധാന്യം വരുന്നത്. എന്തുകൊണ്ട് നമ്മുടെ മദ്രസകൾ ആ രീതിയിലേക്ക് ലോകത്തിന്റെ മാറ്റത്തിനനുസരിച്ച് എത്തിച്ചേരാൻ നമ്മുടെ സമൂഹത്തിന് കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് ഒരു വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. മദ്രസ സംവിധാനം അതിന് എന്താണ് നേതൃത്വം ആവശ്യത്തിൽ ചെയ്യുന്നത്, എന്താണ് മാനേജ്മെന്റ് ആവശ്യത്തിൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് താല്പര്യപ്പെടുകയാണ്. വിശാലമായൊരു മറുപടിയോടൊപ്പം ഒരു ചോദ്യവും കാസിം ഉസ്താദിന് മുമ്പിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ദിവസം ഇങ്ങനെ കാക്കുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ട് നോക്കാനാണ്. നേതാക്കളെ, എൻ്റെ അഭിപ്രായത്തിൽ മാറേണ്ടത് ചിന്തയാണ്. ചിന്തയിൽ കൂടെ എല്ലാ കാര്യങ്ങളും മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം പറയുന്നത്. നമ്മുടെ ഉസ്താദ് കൂടിയുണ്ടല്ലോ, അഭിപ്രായം നമുക്ക് മാനേജ്മെന്റ് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മഹത്യയോട് കിടക്കുന്നില്ല. ലോകം ദിനപ്രതി അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. സാങ്കേതിക വിദ്യ, ശാസ്ത്രം, ആശയവിനിമയം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് അതികൃതിയോടെ മുന്നോട്ട് പോവുകയാണ്. ഇത്തരമൊരു നവീനതയുടെ കാലത്ത് വിദ്യാലയങ്ങളും അതിലെ ക്ലാസ് മുറികളും കാലഘട്ടത്തെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇസ്ലാമിക മൂല്യങ്ങളോട് കൂടി കൊണ്ടുവരിക എന്നതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇസ്ലാമിക മൂല്യങ്ങൾ എന്നതുകൊണ്ട് ഒരു ഉദാഹരണം പറയാം, എന്താണ് ഉദ്ദേശിക്കുന്നത് ക്ലാസ് മുറികളിൽ? ഇസ്ലാമിക മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ദൈവമുള്ള അധ്യാപകനെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ കുട്ടികളിൽ വെറും വിജ്ഞാനം വളർത്ത് പകർത്തുന്നതിന് പകരം അതിലൂടെ അവർക്ക് ആത്മാർത്ഥമായി ആത്മീയപരമായും കുട്ടികളെ ഉണർത്തുക എന്നതാണ്. അതാണ് ഒരു ക്ലാസിന്റെ മേന്മ എന്ന് പറയുന്നത്. മോർ ദാൻ യു ഹോണർ എഡ്യൂക്കേഷൻ, ഹോണർ ദ ഡിസിപ്ലിൻ എന്നൊരു കൗലുണ്ടല്ലോ. നിങ്ങൾ വിദ്യാഭ്യാസത്തിന് സമ്മാനം കൊടുക്കുന്നതിനാൽ കൂടുതൽ അച്ചടക്കത്തിന് കൊടുക്കണമെന്ന് പറയുന്നത്. അതൊന്നും നമ്മൾ പരിഗണിക്കാതെ